ഇറാനിലെ പ്രക്ഷോഭങ്ങൾ അമർച്ച ചെയ്യപ്പെടും. അത് പാരമ്പര്യമായുള്ള ആ രാജ്യത്തിൻ്റെ ഒരു തുടർക്കഥയാണ് എന്ന് മാത്രമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭങ്ങളും അടിച്ചൊതുക്കുന്നതും വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സർവ്വസാധാരണയായി ആ രാജ്യത്തിൻ്റെ അകത്ത് വരുന്നതാണ്. അതങ്ങനെ കെട്ടടങ്ങി ഇല്ലാതായി പോവുകയും അതിജീവിക്കാൻ സാധിക്കാത്ത വിധം പ്രക്ഷോഭകാരികൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നതും സാധാരണമാണ്. നമ്മൾക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെ എന്നും അതെങ്ങനെയൊക്കെയാണ് സർക്കാർ അട്ടിമറിക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിജീവിച്ചത് എന്നതും നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം യഥാർത്ഥത്തിൽ പ്രക്ഷോഭമല്ല എന്ന് തന്നെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. മുഹമ്മദ് ഷാ പഹ്ലവിയുടെ ഭരണ കാലഘട്ടമാണ് 941-979 കാലഘട്ടം. അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നു. അദ്ദേഹമായിരുന്നു ഒരു രാജവംശത്തിൻ്റെ ഭരണ സംവിധാനമായിരുന്നു. അതായത് പഹ്ലവി വംശത്തിൻ്റെ രണ്ടാമനും അവസാനത്തെയും രാജാവായിരുന്നു ഈ പറയപ്പെട്ട മുഹമ്മദ് റേസ ഷാ പഹ്ലവി എന്ന് പറയുന്ന വ്യക്തി. 979 കാലഘട്ടത്തിലാണ് അവിടെ പാശ്ചാത്യ സംസ്കാരം കൊണ്ടുവരാൻ വേണ്ടി ഇദ്ദേഹം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും മതപരമായിരുന്ന കാര്യത്തിന് വലിയ നിയന്ത്രണം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ അവിടെ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത് ആയത്തുള്ള അലി ഖൊമേനിയുടെ നേതൃത്വത്തിൽ 979. ഭരണം അട്ടിമറിഞ്ഞു. ഷാ രാജ്യം വിട്ടോടി. ബ്രിട്ടൻ അഭയം കൊടുത്തു. ഇപ്പോഴും ബ്രിട്ടനിലോ ഫ്രാൻസിലോ ആണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നാണ് കണക്കാക്കുന്നത്. 979 ശേഷം 81 ജൂൺ മാസത്തിൽ അവിടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തു. ഇത് ഇസ്ലാമിക വിപ്ലവം വന്നുകൊണ്ട് ഖൊമേനിയുടെ ഭരണം അവിടെ ഭരിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ പിന്നീട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അവിടെ അലയടിച്ചത് അല്ലെങ്കിൽ ആരംഭം കുറിച്ചത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 981 ജൂൺ മാസത്തിലാണ്. ഇടതുപക്ഷ മതേതര ഗ്രൂപ്പുകൾ ഖൊമേനിയുടെ അധികാര ഏകാധിപത്യത്തിനെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശനം നടത്തുകയും അത് പിന്നീട് പ്രക്ഷോഭമായിട്ട് മാറുകയും ചെയ്തു. ജനങ്ങൾ പുറത്തിറങ്ങി. ജനകീയ പ്രക്ഷോഭമായി എല്ലാ പ്രവിശ്യകളിലും അത് വ്യാപിച്ചു. ആ പ്രക്ഷോഭത്തെ സർക്കാർ അടിച്ചമർത്തി. ഘട്ടം ഘട്ടമായി ഏരിയ തിരിച്ചുകൊണ്ട് അടിച്ചമർത്തലുണ്ടായി. ഇറാൻ്റെ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 979 ഇസ്ലാമിക വിപ്ലവം നടന്നതിന് ശേഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2026 ജനുവരി മാസം വരെ ഇറാൻ്റെ അകത്ത് നടന്നിരിക്കുന്ന എല്ലാ സമരത്തിലും അമേരിക്ക പിന്തുണ അറിയിച്ചിട്ടുണ്ട്, ബ്രിട്ടനും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമരത്തിൽ ബ്രിട്ടൻ ഇല്ല. ബാക്കി എല്ലാത്തിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും പിന്തുണ അറിയിച്ച സമരങ്ങളും പ്രക്ഷോഭങ്ങളും മാത്രമേ ഇറാനിൽ വന്നിട്ടുള്ളൂ എന്ന് ചുരുക്കം. 981 ശേഷം 999 ജൂലൈ മാസത്തിൽ 10 ദിവസം നീണ്ടുനിന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചു. സർവകലാശാല വിദ്യാർത്ഥികൾ പുറത്തിറങ്ങി. ചില റിപ്പോർട്ടിനകത്ത് അയിഞ്ഞാടി എന്നുള്ളതാണ്. അപ്പോൾ അനിയന്ത്രിതമായ രീതിയിൽ രാജ്യ നിയമ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് നഗരത്തിലൂടെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടത്തി. എന്താ അവരുടെ വിഷയം? സ്വാതന്ത്ര്യ നിയന്ത്രണം സർക്കാർ കൊണ്ടുവന്നത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യ അധികാരം അവർക്ക് നൽകണം എന്നുള്ളതായിരുന്നു പ്രക്ഷോഭകാരികളുടെ ആവശ്യം. അത് സർക്കാർ അടിച്ചമർത്തി. തുടങ്ങുന്നതിൻ്റെ ഇടയിൽ തന്നെ അവസാനിപ്പിച്ചു എന്നൊക്കെ അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഏതായാലും 10 ദിവസം നീണ്ടു നിന്നതാണ്. രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള സർവകലാശാലയും കോളേജുകളെയും എല്ലാ വിദ്യാർത്ഥികളും ഏറെക്കുറെ 65% വിദ്യാർത്ഥികളെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. അത് കഴിഞ്ഞു, അടിച്ചമർത്തി നമ്മൾ പറഞ്ഞു. 2009 പിന്നീട് വന്നത് ഗ്രീൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അതൊരു പ്രക്ഷോഭം, അതിരൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭമാണ്. അതിന് ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ, അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം നീണ്ടുനിന്ന പ്രക്ഷോഭ സമരങ്ങൾ. ഇതൊക്കെ ഇറാന് പുത്തരിയല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നതിന് ചുരുക്കം. നേതൃത്വം മിർ ഹുസൈൻ മൂസവി നേതൃത്വം നൽകിയ പ്രക്ഷോഭം. അതിന് കൃത്യമായിരിക്കും നേതൃത്വം ഉണ്ടായത്. വിമതപക്ഷമായിരുന്നു, ഇടതുപക്ഷമായിരുന്നു. അതിൻ്റെ കാരണം എന്താ? തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു. പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് ആരോപിച്ചു. വലിയ പിന്തുണ കൊടുത്തു അമേരിക്ക. അതിനെതിരെ വിജയിച്ചത് ആളാണ് അഹമ്മദ് നജാദ് എന്ന് പറയുന്ന ആളാണ് അവിടെ വിജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു ഹുസൈൻ മുസവി എന്ന് പറയുന്നത്. അദ്ദേഹം പരാജയപ്പെടുത്ത സമയത്ത്
പിന്നീട് അത് കൃത്രിമം കാണിച്ചു. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ വലിയ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ സർക്കാരിനെ പിരിച്ചുവിടണം. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായിട്ട് ആഞ്ഞടിച്ചു. ആദ്യത്തെ മധ്യവർഗ പ്രക്ഷോഭമായിട്ട് ചരിത്രത്തിൽ ഇറാൻ്റെ ഈ പറയപ്പെട്ട ഗ്രീൻ മൂവ്മെൻറ്റിനെ വിലയിരുത്തുന്നു. സർക്കാർ അടിച്ചമർത്തി, സർക്കാർ രംഗത്തിറങ്ങി അതിന് പാകം വരുത്തി എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് കഴിഞ്ഞു. 2017-18 സാമ്പത്തിക പ്രക്ഷോഭം ആരംഭിച്ചു. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗം പറയുന്നത് അത് ഡിസംബർ 2018 വരെ ഏറെക്കുറെ നീണ്ടു നിന്ന പ്രക്ഷോഭമായിട്ട് പറയുന്നു. എന്നാൽ 2017 തന്നെ അത് അവസാനിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അതിന് നേതൃത്വമില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താ അതിൻ്റെ കാരണം? അവരുടെ വിഷയം എന്തായിരുന്നു? തൊഴിലില്ലായ്മ, വിലവർദ്ധനവ്, അഴിമതി, ഈ സ്വജനപക്ഷപാതം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭമായിരുന്നു. അത് സാമ്പത്തിക പ്രക്ഷോഭം എന്ന് അതിനെ വിലയിരുത്തുന്നു. ആ പ്രക്ഷോഭം വലിയ രീതിയിലെ മുന്നേറ്റം നടത്തുന്നതിന് മുമ്പിന്, അതായത് വിദ്യാർത്ഥിയിലൂടെ ആരംഭിച്ചു യുവ വിഭാഗത്തിലേക്ക് എത്തി ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് സർക്കാരിന് അടിച്ചൊതുക്കാനും വേണ്ടി സാധിച്ചു. പിന്നീട് 3 മാസം നീണ്ടു നിന്ന പ്രക്ഷോഭം അടുത്തത്. ഇതൊക്കെ 3-6 മാസമൊക്കെ നീണ്ടുനിന്ന പ്രക്ഷോഭങ്ങളാണ്. ചിലത് അതിൽ കൂടുതൽ നിന്നിട്ടുണ്ട്. 1 വർഷം വരെ നീണ്ടു നിന്ന ഏറെക്കുറെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഇറാൻ നടത്തിയിട്ടുണ്ട് ചുരുക്കം. ഇവിടെ രണ്ടാമത് പിന്നെ ഇതിൽ വന്ന പ്രശ്നം 2019-21 കാലഘട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പെട്രോൾ വില വർധനവിനെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നു അതുണ്ടായിരുന്നത്. ഈ പെട്രോൾ വില വർധനവിനെതിരെയുള്ള പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അത് രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭമാണ്. വലിയ രീതിയിലുള്ള വെടിവെപ്പ് കാര്യങ്ങൾ നടന്നു. ഏകദേശം 300 മുതൽ 1500 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. മരണപ്പെട്ടവരോട് നമുക്ക് വലിയ രീതിയിൽ വേദനയുണ്ട്. സാധാരണക്കാരായിരിക്കും. ജീവിത പ്രാരാബ്ധം കൊണ്ടും പ്രയാസം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുക. അത് മറ്റൊരു വശം. പക്ഷേ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറയുന്ന സമയത്ത് ആ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ഒക്കെ ആവശ്യമാണ് എന്ന് വരുന്ന സമയത്താണ് ഈ പ്രക്ഷോഭകാരികൾക്ക് നമ്മൾക്ക് പിന്തുണക്കാൻ സാധിക്കാതെ വരുന്നത്. എങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത് നോക്കാം. അടിച്ചമർത്തി, ചിതറിപ്പിച്ചു, നിശബ്ദമാക്കി, തെരുവുകൾ അടച്ചു. മാസങ്ങളോളം നീണ്ട സമരത്തിന് അവർ ആ മേഖല വളഞ്ഞുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ, കുടിവെള്ളം പോലും കിട്ടാത്ത രീതിയിൽ സംവിധാനം ഉറപ്പിച്ചു. നേതൃത്വമില്ലായ്മയും സുരക്ഷാ ഭീഷണിയും തെരുവിൽ മരിച്ചു വീഴുന്നതും നിത്യകാഴ്ചയായപ്പോൾ ഏറെക്കുറെ അത് ശാന്തമായിട്ട് അത് അവസാനിച്ചു എന്ന് ചുരുക്കം. അങ്ങനെയാണ് അതിൻ്റെ രീതി അവസാനിച്ചത്. പിന്നെ അവിടെ വന്നത് മറ്റേ പർദാ വിവാദമാണ്. പർദാ വിവാദം ഈ പറഞ്ഞ പോലെ ഒരുപാട് നീണ്ടു നിന്ന ഒരു വിവാദമായിരിക്കുന്ന ഒരു സംഭവമാണ്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യമുള്ള ഒരു സമരമായിട്ട് ഈ പർദയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ മാറിയിട്ടുണ്ട്. ഹിജാബ് സമരം എന്നാണ് അതിനെ അറിയപ്പെട്ടത്. അതിനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ഈ ഇറാൻ്റെ സർക്കാർ നടത്തേണ്ടി വന്നു. ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അമേരിക്ക പിന്തുണ നൽകി, യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പാടെ പിന്തുണ നൽകി. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വസ്ത്രധാരണ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി ഒരു സർക്കാരിന് അധികാരമില്ല, അതോടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. അത് ജനകീയ പ്രക്ഷോഭമായി മാറിയെന്ന് മാത്രമല്ല 31 പ്രവിശ്യകളിലും വ്യാപകമായിട്ട് അത് ബാധിച്ചു. ഇപ്പോഴത്തെ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏറെക്കുറെ 27 പ്രവിശ്യയിലാണ് ബാധിച്ചത്. 3 ബാധിച്ചിട്ടില്ല. 4 പ്രവിശ്യയിൽ ബാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് വന്നു. പിന്നെ അതൊക്കെ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ട് കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ശക്തമായ പ്രക്ഷോഭം ഇപ്പോൾ നടക്കുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ട്. ഈ പർദാ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും വ്യാപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായിട്ട് വന്നു. സർക്കാർ സൈനിക മേഖലയുമായിട്ട് അല്ലെങ്കിൽ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടൽ സ്ഥിതി ഉണ്ടായി. വെടിവെപ്പുണ്ടായി. 500ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. പല മേഖലകളിലും അതിൻ്റെ സൈന്യം ഇറങ്ങിക്കൊണ്ട് ഏറെക്കുറെ അത് ശാന്തമാക്കി. അതോടുകൂടി അവസാനിച്ചു. പർദാ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിയമ സംവിധാനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇളവ് ചെയ്യാമെന്ന് സർക്കാർ പറഞ്ഞതുപോലും അവർ കേട്ടിട്ടില്ല. ആ പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ ജനകീയപരമായിരിക്കുന്ന ഒരു പ്രക്ഷോഭത്തെ നിയന്ത്രിക്കാൻ ആ സർക്കാരിന് സാധിക്കും എന്ന് തെളിയിക്കപ്പെട്ടത് എന്നൊരു പ്രത്യേകതയുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എണ്ണപ്പെട്ട എല്ലാ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ അമേരിക്കയുണ്ട്. ഇറാനിലൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അമേരിക്ക പറയും, പ്രത്യേകിച്ച് ഇസ്രായേൽ പറയും. നേർക്ക് നേരെ ഒരു മുസ്ലിം രാജ്യം എന്ന നിലക്ക് ഇസ്രായേലും അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുക മാത്രമല്ല, ആ പ്രവൃത്തി ചെയ്യാനും ധൈര്യം കാണിക്കുന്ന ഒരേ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്ന് മാത്രമാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ കാഠിന്യം അത്രയ്ക്കുണ്ട്. അതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരിക്കാൻ താല്പര്യമുള്ളവരും ജീവിതത്തോട് ആർത്തിയില്ലാത്തവരുമാണ് ഇറാനികൾ എന്ന് പറയുന്നുണ്ട്. മുസ്ലിങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് അങ്ങനെയും പറയുന്നുണ്ട്. മതപരമായിരിക്കുന്ന ഒരു വിവരണത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു:
മരിക്കാൻ താല്പര്യമുള്ളവരും ജീവിതത്തോട് ആർത്തിയില്ലാത്തവരുമാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഏത് യുദ്ധം വിജയിക്കും? ഗസൽ യുദ്ധം വിജയിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അതാണ്. ഇനി ജൂത വിഭാഗത്തെക്കുറിച്ച് പറയുന്നത് ജീവിതത്തോട് ആർത്തിയുള്ളവരും മരണത്തെ ഭയമുള്ളവരുമാണ്. ഒരുപാട് ജീവിക്കണം, ഒരുപാട് നിലനിൽക്കണം, മരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മരണത്തെ ഭയമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്ത് യുദ്ധവും ചെയ്യാമല്ലോ. ആ രീതിയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ഇതാണ് എന്ന് കൂടി വിലയിരുത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം, ഇറാൻ ശാന്തമായി കൊണ്ടിരിക്കുന്നത് ലോകം അറിയുന്നില്ല, എന്നാൽ ഇസ്രായേൽ വലിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ലോകം കേൾക്കുന്നുമില്ല. അപ്പോൾ രണ്ട് തരത്തിലൊരു അന്താരാഷ്ട്ര വർഗീയത ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ കളിക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാ സമരത്തിലും എല്ലാ പ്രശ്നത്തിലും ഈ ഏതൊരു സംഭവം ഇറാനുണ്ടോ അതിൻ്റെ ഒക്കെ പിന്നാമ്പുറം അമേരിക്കയും ഇസ്രായേലും ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചുരുക്കം.